ഞാൻ വരികയും നിന്റെ നിലവിളക്കത്തിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാടിൽ പറയുന്നത് ദൈവസഭയുടെ മാനസാന്തരം, ദൈവദാസന്മാരുടെ മാനസാന്തരം, ദൂതന്മാരുടെ മാനസാന്തരം, ദൂതന്മാർ സമം പാസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ദൈവമക്കളുടെ മാനസാന്തരം. അതുകൊണ്ട് വിശുദ്ധന്മാരുടെ മാനസാന്തരവും ബൈബിളിലുണ്ട്. ഒരിക്കലായി ശിക്ഷാവിധി മാറ്റപ്പെട്ടു പോകുവാൻ ഭാവികൾ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടവരായി വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള ജീവിതകാലത്ത് ഓരോ വിശുദ്ധനും ഓരോ ദൈവദാസനും ദൈവപൈതലും ദിനംതോറും മാനസാന്തരപ്പെട്ടുകൊണ്ട് ഇരിക്കേണ്ടത് വളരെ ആവശ്യമാകുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് മാനസാന്തരമില്ലാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, വേർപാടുകാർക്ക് മനസ്സിലാക്കാത്ത ഒരു വിഷയമാണ് വിശുദ്ധന്റെ മാനസാന്തരം എന്നുള്ളത്. ഒരൊറ്റ മാനസാന്തരത്തെ കുറിച്ച് മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. ആകയാൽ വിശുദ്ധന്റെ മാനസാന്തരം അവിടെയാ കർത്താവ് പറഞ്ഞത് മുമ്പന്മാര് മുമ്പന്മാരാകും, മുമ്പന്മാര് മുമ്പന്മാരാകും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഭാവികൾ മാനസാന്തരപ്പെടുന്ന പോലെ തന്നെ മാനസാന്തരപ്പെട്ടവര് പിന്നെയും മാനസാന്തരപ്പെടണം. അതുകൊണ്ട് ഭാവിയുടെ മാനസാന്തരവും വിശുദ്ധന്റെ മാനസാന്തരവും എന്നുള്ള രണ്ട് മാനസാന്തരങ്ങൾ അസന്നിഗ്ധമായ ഭാഷയിൽ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രണ്ട് വിഷയങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഓരോ ദിവസവും മാനസാന്തരത്തിന് ഒരു അവസരം നമുക്ക് കിട്ടിയാൽ മാനസാന്തരപ്പെട്ടേ പറ്റുകയുള്ളൂ എന്നുള്ള ദൂത് ദൈവം മാറ്റമില്ലാതെ നമ്മോട് അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എന്നുള്ളതിന്റെ രണ്ടാമത്തെ പോയിന്റിലേക്ക് നമുക്ക് കടന്നു വരാം. 2 കോരിന്തി 6:2. 2 കോരിന്തി 6:2. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഇപ്പോൾ എന്ന് പറയുന്നത് പഴയ നിയമ പ്രവചനം ഉദ്ധരിച്ചുകൊണ്ട് അവിടെ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അപ്പോസ്തലനായ കർത്താവ് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് താൻ ചെയ്യാൻ പോകുന്ന രക്ഷണീയ വേലകൾ, തന്നെ അഭിഷേകം ചെയ്തതിന്റെ ഉദ്ദേശങ്ങൾ പ്രവചനപരമായി അവിടെ പറയുമ്പോൾ ദൈവത്തിന്റെ പ്രസാദ കാലവും ദൈവത്തിന്റെ പ്രതികാര ദിവസവും എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് രണ്ടും അറിയിപ്പാൻ യഹോവയായ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നാ പറയുന്നത്. യഹോവയായ ദൈവം എന്നെ ബദ്ധന്മാർക്ക് വിടുതൽ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് ദൈവത്തിന്റെ പ്രസാദ പരീക്ഷ പ്രസംഗിപ്പാനും അവന്റെ പ്രതികാര നാളുകൾ പ്രസംഗിപ്പാനും ദൈവം എന്നെ അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ വേദഭാഗം താൻ ഒരിക്കൽ കപ്പർനാഹൂമിലെ പള്ളിയിൽ ആയിരുന്നുകൊണ്ട് ശുശ്രൂഷക്കാരുടെ കയ്യിൽ നിന്ന് വേദപുസ്തകം വാങ്ങിച്ചിട്ട്, അന്നത്തെ തിരുവെഴുത്ത് വാങ്ങിച്ചിട്ട് എടുത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ നാം ആ വേദഭാഗത്ത് ലൂക്കോസിന്റെ സുവിശേഷം 4:18 മുതൽ 21 വരെ വായിക്കുമ്പോൾ, ലൂക്കോസ് 4:18 മുതൽ 21 വരെ വായിക്കുമ്പോൾ യെശയ്യാവിൽ പറഞ്ഞിരിക്കുന്നതായ വേദഭാഗം വായിച്ചിട്ട് പുസ്തകം മടങ്ങി ശുശ്രൂഷക്കാരുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഇന്ന് ഈ ശബ്ദം കേൾക്കുകയാൽ, ഈ വചനം നിങ്ങൾ അറിയുകയാൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ തിരുവെഴുത്ത് എന്നെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ യഹോവയാൽ അഭിഷിക്തനായി കടന്നു വന്നിരിക്കുന്ന ആള് എന്ന് അന്ന് പള്ളിയിലുള്ള ആളുകൾ പ്രസംഗിച്ചു എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. അവിടെ ഒരു വാക്ക് വിട്ടുകളഞ്ഞെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. യഹോവയുടെ പ്രതികാര ദിനം പ്രസ്താവിപ്പാൻ എന്നെ അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നു എന്നുള്ളതായ വാക്ക് വിട്ടിട്ട് പ്രസാദ പരീക്ഷ പ്രസംഗിപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. എന്തെന്നാൽ നമ്മുടെ കർത്താവ് സ്നാനപ്പെട്ട് ആത്മാവിൽ നിയുക്തനായി പ്രസംഗം തുടങ്ങിയ കാലഘട്ടം മുതൽ കർത്താവ് വന്നിട്ട് തന്നെ മക്കളെ ചേർക്കുന്ന ഈ കൃപാകാലം, ഈ സഭാകാലം മുഴുവൻ ദൈവത്തിന്റെ പ്രസാദ നാളുകളാണ്, ദൈവത്തിന്റെ പ്രസാദ നാളാണ്. ഇപ്പോൾ രക്ഷാ ദിവസം, ഇപ്പോൾ സുപ്രസാദ കാലം എന്ന് പറയുന്ന ആ ഒരു നാളുകളാകുന്നു. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ മാത്രമേ മാനസാന്തരപ്പെടുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. എന്നാൽ മാനസാന്തരപ്പെടാത്തവരോട് പ്രസംഗിക്കുന്ന വിഷയമാണ്. മാനസാന്തരം മാനസാന്തരപ്പെടാത്തവരോട് പ്രസംഗിക്കേണ്ട വിഷയമാണ് പ്രതികാര നാളിനെ കുറിച്ച്. ഇപ്പൊ തന്നെ സ്നാപക യോഹന്നാൻ മുതൽ പത്രോസ് അപ്പോസ്തലൻ വരെ മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിച്ചു. യേശു ക്രിസ്തു 3.5 കൊല്ലം പ്രസംഗിച്ചു. പക്ഷേ താൻ പ്രസംഗിച്ച വ്യക്തികള്, കുടുംബങ്ങള്, പട്ടണങ്ങള്, ദേശങ്ങള് മാനസാന്തരപ്പെടായികയാൽ 3.5 വർഷം അവസാനത്തിലേക്ക് വന്നപ്പോഴത്തേക്കും താൻ അവയെ ശാസിച്ചുകൊണ്ട് അവരോട് ന്യായവിധിയെ കുറിച്ച് പ്രസംഗിച്ചു എന്ന് സുവിശേഷത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. എത്രയെത്ര സ്ഥലത്താണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തോളം ഉയർന്ന കപ്പർനാഹൂമേ, നീ എങ്ങോട്ട് താഴ്ന്നു പോകും? പാതാളത്തോളം താഴ്ന്നു പോകും. പറയുകയാ, നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സൂര്യനും സീതോരനും നടന്നിരുന്നുവെങ്കിൽ ഒരു പണ്ട് തന്നെ രട്ടിലും വെണ്ണീരിലും കിടക്കുമായിരുന്നു. നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സ്വതന്ത്രമായി നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ടേ തന്നെ രട്ടിലും വെണ്ണീരിലും
ദൈവത്തിന്റെ ഭയങ്കരമായ ശിക്ഷയാൽ തകർന്നു പോയിരിക്കുകയാ. ഈ കാര്യം അറിയാവുന്ന ജനത്തോടാ പറഞ്ഞത്, ഇന്ന് ഞാൻ നിങ്ങളുടെ അടുക്കൽ നടത്തിയ ഈ ശുശ്രൂഷകൾ സോദോമോറയിലാണ് കൊണ്ട് നടത്തിയിരുന്നതെങ്കിൽ അവർ രട്ടിലും വെണ്ണീരിലും കിടന്ന് അനുഭവിക്കുമായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ സുവിശേഷം സോർസിംഗോരം ചെന്ന് ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ അവർ പണ്ടേ രട്ടിലും വെണ്ണീരിലും കിടന്നുകൊണ്ട് അനുഭവിക്കുമായിരുന്നു. എന്നാൽ അനുഭവിക്കാതെ നിങ്ങളുടെ അവസ്ഥ അവരെക്കാൾ വലിയ ദുരന്തമാകുന്നു എന്ന് എന്റെ കർത്താവ് പറഞ്ഞു തുടങ്ങി. അതുകൊണ്ട് പ്രസാദപരീക്ഷ പ്രസംഗിച്ചിട്ട് താൻ മരിക്കുന്നതിന് മുമ്പ് താൻ പ്രസംഗിച്ച എല്ലാവരോടും പ്രതികാര നാളുകൾ വിളിച്ചു പറഞ്ഞിട്ടാണ് അവൻ കടന്നുപോയിരിക്കുന്നത്. അങ്ങനെയാണ് അതിന്റെ ക്രമീകരണം ദൈവം വരാൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് 2 കൊരിന്ത്യർ 2 പ്രകാരം വായിക്കുന്നു, ഇപ്പോൾ സുപ്രസാദകാലം, ഇപ്പോൾ രക്ഷാ ദിവസം. അതുകൊണ്ട് എല്ലാവരും മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്ത് വരേണ്ട ഒരു സന്ദർഭമാകുന്നു. അത് നീക്കുപോക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രതികാര നാളുകളെ കുറിച്ച്, ഭൂലോകത്ത് മുഴുവനായി വരാൻ പോകുന്ന പ്രതികാര നാളുകളെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെയുള്ള 13 അധ്യായങ്ങളിൽ ലോകത്തിന്റെ മേൽ വരുന്ന ദൈവത്തിന്റെ ക്രോധകലശങ്ങളും മാനസാന്തരപ്പെടാത്തവരെ ദൈവം കൈകാര്യം ചെയ്യുന്ന ഗൗരവമേറിയ വിഷയങ്ങളും 13 അധ്യായങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരൻ ഓർമ്മിച്ചതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിലെ 13 അധ്യായങ്ങൾ പാപികളുടെ മേൽ വരുന്ന കഷ്ടതകളും യാതനകളും ശിക്ഷകളും ശിക്ഷാവിധികളുമാകുന്നു എന്ന് ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് വേദശാസ്ത്രന്മാർ ഇപ്രകാരം പറയുന്നു, മാനസാന്തരപ്പെടണമെന്ന് പറയാൻ ദൈവം ഉപയോഗിച്ച അധ്യായങ്ങളെക്കാൾ, വാക്യങ്ങളെക്കാൾ, വിഷയങ്ങളെക്കാൾ കൂടുതൽ ശിക്ഷാവിധിയെ കുറിച്ച് പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വേദപുസ്തകത്തിൽ അവസരം കണ്ടെത്തപ്പെട്ടിരിക്കുന്നു. വെളിപ്പാടിലെ 6 മുതൽ 13 വരെയുള്ള ആ അധ്യായങ്ങൾ, 13 അധ്യായങ്ങൾ മുഴുവൻ മാനസാന്തരപ്പെടാത്ത ജനതയുടെ മേൽ ദൈവം വഹിക്കുന്ന ശിക്ഷകളും ശിക്ഷാവിധികളെ കുറിച്ചും വളരെ പറഞ്ഞിട്ടുണ്ട്. അവിടെല്ലാം നമ്മൾ വായിക്കുന്നത്, ഇത് സംഭവിച്ചെങ്കിലും അവരാരും മാനസാന്തരപ്പെട്ടില്ല, ഇങ്ങനെ സംഭവിച്ചെങ്കിലും അവരാരും മാനസാന്തരപ്പെട്ടില്ല. അവരെല്ലാം പിന്നെയും ദൈവത്തെ ദുഷിക്കുകയാ ചെയ്തത്. എന്തുകൊണ്ടാണെന്നറിയാമോ? പാപബോധം കൊടുക്കുവാൻ, നീതിബോധം കൊടുക്കുവാൻ, ന്യായവിധി ബോധം കൊടുക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാറ്റപ്പെടുന്ന ഒരു സമയം കടന്നു വരാൻ പോവുകയാണ്. ആ സമയം വന്നു കഴിഞ്ഞാൽ ലോകത്തിൽ എത്ര ആര് വിചാരിച്ചാലും മാനസാന്തരം നടക്കത്തില്ല. അന്ന് അവർ പറയുന്നത് മരപ്പാറകളോടും പർവ്വതങ്ങളോടും വിളിച്ചപേക്ഷിക്കുകയാ, അല്ലയോ ദൈവത്തിന്റെ കോപം, കുഞ്ഞാടിന്റെ കോപം ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ. അതുകൊണ്ട് മരപ്പാറകളെ, പർവ്വതങ്ങളെ ഞങ്ങളെ മറിഞ്ഞു വീട് ഞങ്ങളെ നശിപ്പിക്കുക. കുഞ്ഞാടിന്റെ കോപം വന്നിരിക്കുന്നല്ലോ, അവന്റെ കോപ ദിവസത്തിൽ ആര് നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മാനസാന്തരത്തിനിടയില്ലാതെ കൊണ്ട് അതേ പാറകളോടും പർവ്വതങ്ങളോടും വിളിച്ചപേക്ഷിക്കുന്ന ഒരു നാട് വരുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാ. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സുപ്രസാദകാലം, ഇപ്പോൾ രക്ഷാ ദിവസം, ഇപ്പോൾ തന്നെ മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ എന്നുള്ള വിഷയത്തിന്റെ 3-ാമത്തെ പോയിന്റിലേക്ക് നമുക്ക് കടന്നു വരാം. 3-ാമത്തെ പോയിന്റ് മത്തായി 3:15. മത്തായി 3:15. 1-ാമത്തെ പോയിന്റ് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളത്. അതിൽ തന്നെ 3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നു. ഈ സന്ദർഭം നമുക്കറിയാം. അനേകർ സ്നാനപ്പെടാൻ സ്നാപകയോഹന്നാന്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ ആ കൂട്ടത്തിൽ കർത്താവ് സ്നാനപ്പെടാൻ ചെന്നു. കർത്താവിനെ തിരിച്ചറിഞ്ഞ സ്നാപകയോഹന്നാൻ പറഞ്ഞു, നീ എന്തുകൊണ്ട് സ്നാനപ്പെടാൻ വന്നു എന്റെ അടുക്കൽ? നിന്നാൽ സ്നാനം ഏൽക്കുവാൻ എനിക്ക് ആവശ്യം, അതുകൊണ്ട് വന്നതല്ലേ. ഇപ്പോൾ നീ ഇങ്ങോട്ട് മാറുന്നു, ഞാൻ അവിടെ നിന്ന് ഒന്ന് സ്നാനപ്പെട്ടേക്കാം, എന്നെ സ്നാനപ്പെടുത്താൻ നീ അയോഗ്യൻ എന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവിനെ തടഞ്ഞു. അപ്പോൾ ആ കർത്താവ് പറഞ്ഞത്, ഇപ്പോൾ സമ്മതിക്കുക യോഹന്നാനെ, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കപ്പെടേണ്ടതാകുന്നു. അതിന്റെ അർത്ഥം ഇതാ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീതി എന്ന ബൈബിളിൽ കാണുന്ന, പുതിയ നിയമത്തിൽ കാണുന്ന ആ വാക്കിന് 2 അർത്ഥങ്ങൾ എപ്പോഴും ഉണ്ട്, 3 അർത്ഥങ്ങൾ എപ്പോഴും ഉണ്ട്. ഒന്നാമത് നീതി എന്ന് പറഞ്ഞാൽ നീതീകരണം എന്ന അതിന്റെ അർത്ഥം. നീതി എന്ന് പറഞ്ഞാൽ നീതീകരണം എന്ന അതിന്റെ അർത്ഥം. 2 കൊരിന്ത്യർ 5:21, പാപം അറിയാത്തവരെ നാം അവനെ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. എന്നാൽ അതിന്റെ അർത്ഥം നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകുക. യേശു ക്രിസ്തുവിലൂടെ നാം നീതീകരിക്കപ്പെട്ടവരായി, പാപമില്ലാത്തവരായി ദൈവസന്നിധിയിൽ ആകേണ്ടതിന് പാപം അറിയാത്ത യേശുവിനെ, അതെ, നമ്മൾ അവനെ ദൈവം പാപമാക്കി എന്ന അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നീതി എന്ന് പറഞ്ഞാൽ നീതീകരണം എന്നാണ് 1-ാമത്തെ അർത്ഥം. പറയുന്ന സാഹചര്യം അനുസരിച്ചാണ് ഏതർത്ഥമാണ് എന്ന് അവിടെ കൊള്ളിക്കേണ്ടത് എന്ന് നമ്മൾ വിവേചിക്കേണ്ടത്. 2-ാമത് നീതി എന്ന് പറഞ്ഞാൽ നിയമം എന്നാണ്. സ്നാപകയോഹന്നാന്റെ അടുക്കൽ ഇങ്ങനെ സകല നീതിയെ നിവർത്തിക്കപ്പെടണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നീതീകരിക്കപ്പെടണമെന്നോ നീ നീതീകരിക്കപ്പെടണമെന്നോ അല്ല, അത് രണ്ടും അവിടെ സംഭവിച്ചിരിക്കുകയാണ്. ഏത്? യേശു ക്രിസ്തുവിനോട് നീതീകരണം ആവശ്യമില്ല, കാരണം അവൻ പാപമുള്ളവനല്ല. സ്നാപക യോഹന്നാൻ ഗർഭത്തിലെ ആത്മനിറവിൽ
തെറ്റാതെ നടന്നേ പറ്റത്തുള്ളൂ. അത് ഞാനും സമ്മതിക്കണം, നീയും സമ്മതിച്ചേ പറ്റത്തുള്ളൂ. നിന്റെ കൈക്കീഴിൽ ഇപ്പോൾ സ്നാനമേൽക്കുക എന്നുള്ളത് ദൈവം എനിക്ക് വച്ചിരിക്കുന്ന ഒരു നിയമമാണ്. അതുകൊണ്ട് നീ അത് സമ്മതിക്കണമെന്ന് പറഞ്ഞു. അതാ ഇപ്പോൾ സമ്മതിക്കാം. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കപ്പെടേണ്ടതാകുന്നു. മൂന്നാമത്തെ നീതിയും കൂടെ ഞാൻ പറയാം. അത് ലോകത്തിലുള്ള നീതി. ഏത് മനുഷ്യനും അവന്റെ എന്താ പറയുന്നത്, അവന്റെ മനസാക്ഷിയിലൂടെ, ക്രിസ്ത്യാനിയാകട്ടെ അക്രൈസ്തവനാകട്ടെ, ഹിന്ദുവാകട്ടെ മുസൽമാനാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ ദൈവവൈദ്യരാകട്ടെ, ആര് തന്നെയും ആകട്ടെ, അവന്റെ മനസാക്ഷിയിലൂടെ ഒരു നീതിബോധമുണ്ട് എന്ന് നമുക്കറിയാം. ഏത് വിഷയം കണ്ടാലും കേട്ടാലും നമുക്കൊരു നീതിബോധം ഉണ്ടാകും. അത് അനീതിയാ, ഇത് നീതിയാ, അതിന്റെ നീതി ഇങ്ങനെയാ എന്നുള്ളതായിരിക്കുന്ന ഒരു ബോധം ഉണ്ടാകും. ആകയാൽ ദൈവമക്കൾക്ക് കൂടുതൽ ദൈവാത്മാവിന്റെ നീതിബോധം ഉണ്ടാകും. മാനുഷികമായി ഉണ്ടാകാത്ത നീതിബോധങ്ങൾ കൂടി ദൈവമക്കൾക്ക് ഉണ്ടാകും. എന്നാൽ ദൈവാത്മാവില്ലാത്തവർക്ക് മാനുഷികമായ ഒരു നീതിബോധം ഉണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതൽ ദൈവത്തിന്റെ നിയമമനുസരിച്ച് ജീവിക്കേണ്ടതാണ്, ദൈവികമായ നീതി അനുസരിച്ച് ജീവിക്കേണ്ടതാണ്, നിയമമനുസരിച്ച് ജീവിക്കേണ്ടതാണ്. എന്നാൽ ലോകത്തിന്റെ മുമ്പിൽ ഇവിടെയുള്ള രക്ഷിക്കപ്പെടാത്ത ആളുകൾക്ക് തോന്നുന്ന നീതി പോലും ഈ ജീവിതത്തിൽ മാതൃക കാണിക്കാതെ അവരിവിടെ ജീവിച്ചാൽ കർത്താവിന്റെ നാമം അപമാനപ്പെടുത്തുകയല്ലാതെ പിന്നെന്താ പറയുന്നത്? ഈ ലോകത്തിലെ രണ്ടാളുകൾ പറയുകയാണ്, ഇതാ നീതി, ഇത് അനീതി. അപ്പൊ ദൈവവൈദ്യർ പറയുക, അത് അനീതിയല്ല, അത് നീതിയാന്ന് പറഞ്ഞാൽ അവൻ ഇവന്റെ ദൈവത്തെയും തള്ളിക്കളയും, ഇവന്റെ ക്രിസ്ത്യാനിറ്റി അവൻ ചോദ്യം ചെയ്യുകയും ചെയ്യും. ഞാൻ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ യേശുക്രിസ്തുവിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് പൗലോസ് അന്ന് വിളിച്ചു പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുവാണ് നിങ്ങൾ എന്ന് പറയുന്ന നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് നീതി എന്നതിന് മൂന്നർത്ഥം. ഒന്ന് നീതീകരണം, മറ്റൊന്ന് ദൈവത്തിന്റെ നിയമം, മറ്റൊന്ന് ലോകത്തിലെ മാനുഷികമായ എല്ലാ നീതികളും. ഇവിടുത്തെ അർത്ഥം എന്താണ്? ഇപ്പോൾ സമ്മതിക്കാം, ഇപ്പോൾ സമ്മതിക്കാം. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എന്ന് പറയുന്ന ഒരു അവസരം ദൈവം നമ്മുടെ മുമ്പിൽ വന്നാൽ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാനുണ്ടെങ്കിൽ അത് അനുസരിച്ചേ പറ്റത്തുള്ളൂ, അനുസരിച്ചേ പറ്റത്തുള്ളൂ. ഇപ്പോൾ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം നമുക്കായി വെച്ചിരിക്കുന്ന എല്ലാ നിയമങ്ങളും അനുസരിച്ചേ പറ്റത്തുള്ളൂ. യോഹന്നാനെ നീ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. നിന്റെ കൈക്കീഴിൽ ഞാൻ സ്നാനം ഏൽക്കുക എന്നുള്ളത് എന്റെ പിതാവ് വെച്ചിരിക്കുന്ന ഒരു നിയമമാണ്. ഞാൻ ആ നിയമം അനുസരിക്കട്ടെ, ഞാൻ ആ നിയമം അനുസരിക്കട്ടെ. എനിക്ക് 30-ാമത്തെ വയസ്സായി. ലേവ്യ ഗോത്രം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ അവർക്ക് ലേവ്യ ഗോത്രത്തിന് പൗരോഹിത്യം കൊടുത്തപ്പോൾ ആ പൗരോഹിത്യം ഏൽക്കുന്നവരെല്ലാവരും 30-ാമത്തെ വയസ്സിൽ വെള്ളത്തിൽ കഴുകൽ പ്രാപിച്ച് അഭിഷേകം പ്രാപിച്ച് അവരുടെ ഓർഡിനേഷൻ എടുത്ത് അവരുടെ കർമ്മങ്ങളും അവരുടെ വസ്ത്രങ്ങളും ഒക്കെ ധരിച്ചുകൊണ്ട് മുമ്പോട്ട് വരുന്നതായ ഒരു കാര്യം പഴയ നിയമത്തിലുണ്ട്. അത് 30-ാമത്തെ വയസ്സിലാണ്. നിങ്ങൾക്കറിയാമോ, യോസേഫ് ആ കാലഘട്ടത്തിൽ കിടക്കും കാലയളവിൽ ആരുടെയാ ഫറവോന്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും അവിടെ ഉണ്ടായിരുന്നു. രണ്ടുപേരും സുപ്രണ്ട് അർത്ഥം പറഞ്ഞു. അപ്പക്കാരനോട് അർത്ഥം പറഞ്ഞ പോലെ 3-ാം ദിവസം അവനെ തൂക്കിക്കൊന്നു. പാനപാത്രവാഹകനോട് അർത്ഥം പറഞ്ഞതുപോലെ 3-ാം ദിവസം അവനെ തിരിച്ചു വിളിച്ച് കൊട്ടാരത്തിലാക്കി. പക്ഷെ ഒരു വ്യവസ്ഥ പറഞ്ഞു, നീ അവിടെ ചെല്ലുമ്പോൾ ഞാനിവിടെ നിരപരാധിയ, ഒരു കുറ്റവും ചെയ്തതല്ല, തന്റെ സഹോദരന്മാരും കുറ്റക്കാരാണെന്ന് പറഞ്ഞില്ല, എന്നെ എബ്രായരുടെ നാട്ടിൽ നിന്ന് കട്ടുകൊണ്ടുവന്നതാ, എന്നെ ഇങ്ങനെ കട്ടുകൊണ്ടുവന്നതാ എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരണ്ട വന്നത് എന്ന്, ഞാനിവിടെ തെറ്റും ചെയ്ത ആളല്ല. അതുകൊണ്ട് അങ്ങ് ചെന്ന് കഴിയുമ്പോൾ എന്റെ കാര്യം ഒന്ന് ഓർപ്പിക്കണമെന്ന് പറഞ്ഞു. നമ്മളെന്താ തിരുവെടുത്ത് വായിക്കുന്നത്? 2 കൊല്ലത്തേക്ക് അവനത് ഓർത്തില്ല. എനിക്ക് അന്ന് മുതൽ ഇന്ന് വരെ, ഇപ്പോഴല്ല ഈ അടുത്ത നാൾ വരെയും ആ പാനപാത്രക്കാരൻ എനിക്ക് ദേഷ്യം തോന്നുമായിരുന്നു. നന്ദി കെട്ടവൻ അല്ലേ? പക്ഷേ പിന്നീട് ഒരു കാര്യം മനസ്സിലായത്, 30-ാമത്തെ വയസ്സിലാ ആര് രാജസ്ഥാനിൽ വരേണ്ടത്? നമ്മുടെ കർത്താവിന്റെ ഒരു മുൻകുറിയായി നിൽക്കുന്ന യോസേഫ് 30-ാമത്തെ വയസ്സിലാ അത് വരേണ്ടത്. പഴയ നിയമം പഠിക്കുമ്പോഴൊക്കെ 30-ാമത്തെ വയസ്സിൽ ഒരു സ്ഥാനത്തേക്ക് വരുന്ന കാര്യമുണ്ട്. നമ്മുടെ കർത്താവ് 30-ാമത്തെ വയസ്സിലാ സ്നാനപ്പെടാനായിട്ട് വന്നത്. അതുകൊണ്ടാണ് ഇനി സമയം മാറ്റാൻ, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാനായിട്ട് പറ്റത്തില്ല, ഇപ്പോൾ സമ്മതിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ദൈവം വയസ്സ് ഓർക്കുന്നവന്, സമയം ഓർക്കുന്നവന്, സന്ദർഭം ഓർക്കുന്നവന്, വാഗ്ദാനം ഓർക്കുന്നവന് അത് വള്ളിപ്പുള്ളി തെറ്റാണ്. ഒരു സെക്കൻഡ് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോകാതെ സകല മനുഷ്യരെ കുറിച്ച് ഉണ്ടായിരിക്കുന്ന വാഗ്ദാനം നിറവേറ്റുവാൻ അവൻ അന്നും ഇന്നും വിശ്വസ്തനാണ് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ധൃതി പോലെ കാര്യങ്ങൾ നടക്കത്തില്ല, നമ്മൾ താമസിച്ചാലും നടക്കത്തില്ല. ദൈവം ആ കൃത്യസമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മുമ്പാകെ ദൈവം വയ്ക്കുന്ന നാം അനുസരിക്കേണ്ട നിയമങ്ങളെല്ലാം വള്ളിപ്പുള്ളി തെറ്റാതെ അനുസരിക്കണം. ഇപ്പോൾ എന്നുള്ള പോയിന്റിൽ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു, അതവിടെ അവസാനിപ്പിക്കട്ടെ. ഇനി 2ാമത്തെ വലിയ പോയിന്റ്, ഇന്ന് എന്ന് പറയുന്ന ഒരു ദിവസം നാം എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇന്ന് എന്ന് പറയുന്ന ഒരു ദിവസം യാക്കോബിന്റെ ലേഖനം 4:13 മുതൽ 17 വരെ വായിക്കുമ്പോൾ, യാക്കോബിന്റെ ലേഖനം 4:13 മുതൽ 17 വരെ വായിക്കുമ്പോൾ
വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കി ധനികനായി മടങ്ങി വരുമെന്നൊന്നും ഇന്ന് വമ്പ് പറഞ്ഞ് പ്രശംസിക്കേണ്ടതായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇന്നോ നാളെയോ ഞങ്ങള് ഇന്ന പട്ടണത്തിലൊക്കെ പോയി ഇന്ന ബിസിനസ്സൊക്കെ ചെയ്ത് പണമൊക്കെ സമ്പാദിച്ച് ധനാഢ്യനായി ഈ ലോകത്തിൽ നല്ല ഒരു തികഞ്ഞവനായി മടങ്ങി വരുമെന്ന് നിങ്ങൾ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഇന്ന് എന്ന് പറയുന്ന ഒരു ദിവസം ദൈവമക്കളായ നമ്മുടെ മുമ്പിൽ ദൈവം തന്നാൽ, മറ്റേത് ഇപ്പോൾ എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ആകാം, ഒരു മിനിറ്റ് ആകാം, ഒരു മണിക്കൂറാകാം, പോകട്ടെ. ഇപ്പോൾ ആ വിഷയം എപ്പോ തുടങ്ങി എപ്പോ തീരുന്നു, അതാ ഇപ്പോൾ. ഇന്ന് എന്ന് പറയുന്ന 24 മണിക്കൂറുള്ള ഒരു ദിവസം ദൈവം നമ്മുടെ മുമ്പിൽ തന്നാൽ ആ ദിവസത്തിൽ എന്ത് ചെയ്യരുത്? ആരും ദൈവദാസന്മാരും ദൈവമക്കളും വമ്പത്തരം പറഞ്ഞ് പൊങ്ങച്ചം പറഞ്ഞ് വമ്പ് പറഞ്ഞ് പ്രശംസിക്കരുത്. എന്ന് പറഞ്ഞാൽ ആ പറച്ചിൽ എങ്ങനെയാണെന്നറിയാവോ? എടാ 24 മണിക്കൂറുള്ള ഒറ്റ ദിവസം ഇനി കിട്ടിയാൽ മതി. ഞാൻ വേണ്ടി വന്നാൽ ഇവിടുന്ന് അതിലേ പോയി ഇതിലേ പോയി അങ്ങനെ പോയി ഇങ്ങനെ പോയി ആ കാര്യം ഞാൻ ഈ കാര്യം ചെയ്ത് ഞാൻ കോടികൾ നേടി ഒരു കൊച്ചു കോടീശ്വരനായിട്ട് നിന്റെ മുമ്പിൽ ഞാൻ വന്ന് നിൽക്കാവിടാന്നൊക്കെ പറഞ്ഞ് ഇല്ലേ ആളുകളുടെ ആ വെല്ലുവിളിയും പറച്ചിലും പമ്പത്തരം അഭിനയിക്കലും ഒക്കെ ആ കോസും മനസ്സിലായില്ലേ? അത് കണ്ടുവച്ചാ യാക്കോബ് ഈ ലേഖനം എഴുതുന്നത്. യാക്കോബിന്റെ ലേഖനം തന്നെ താത്വികമായ കാര്യമല്ല, പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റി, പ്രാക്ടിക്കൽ ക്രിസ്തീയ ജീവിതം എങ്ങനെയായിരിക്കണമെന്നാണ് യാക്കോബിന്റെ ലേഖനം പറയുന്നത്. റോമാലേഖനം പറയുന്നത് താത്വികമായ വശങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ പ്രായോഗികമായ കാര്യമാണ് പറയുന്നത്. പ്രായോഗികമായ ക്രിസ്തീയ ജീവിതത്തിൽ ആരും വമ്പ് പറഞ്ഞ് ഇന്ന് എന്ന് പറയുന്ന ഒരു ദിവസം കിട്ടിയാൽ ഇന്ന് നീ എന്ത് ചെയ്യരുത്? വമ്പ് പറഞ്ഞ് പ്രശംസിക്കരുത്. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത്, ദൈവം 24 മണിക്കൂർ സമയം, ഒരു ദിവസം, ഒരു രാപകൽ ജീവിക്കാൻ ഒരു അനുവാദം തന്നാൽ ആ ദിവസത്തിൽ ദൈവത്തിനെതിരെ, ദൈവത്തിന് ഹിതകരമല്ലാത്ത കാര്യം മനുഷ്യന്റെ മുമ്പിൽ വമ്പത്തരമായിട്ട് പറഞ്ഞ് പ്രശംസിക്കാൻ ഇടവരരുത് കേട്ടോ. അതായത് ദൂത് സവിസ്തരമായിട്ട് നിങ്ങൾ വീട്ടിൽ ചെന്ന വേദഭാഗം വായിച്ചു. യാക്കോബ് 4-ാം അധ്യായത്തിന്റെ ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത് 13 മുതൽ 17 വരെയുള്ളതായ, എന്നിട്ട് അത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവന് പാപമാണ്. നോക്കിക്കേ, ഇന്ന് വമ്പ് പറഞ്ഞ് പ്രശംസിക്കരുതെന്ന് പറഞ്ഞാൽ കാര്യം ഗൗരവമാണ്. അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഇത് നന്മയല്ല. ദൈവം മുമ്പിൽ നന്മ ചെയ്യാൻ നിനക്ക് അറിവുണ്ട്, പക്ഷെ നീ ചെയ്യത്തില്ല. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവന് പാപമാണ്. സകല പാപവും കാൽവരി രക്തത്താൽ ക്ഷമിച്ച് വീണ്ടെടുക്കപ്പെട്ട് ക്രിസ്തുവിനായി നരകശിക്ഷാവിധി മാറ്റപ്പെട്ടെന്നാണല്ലോ റോമർ 8 ഒന്നും പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ദൈവമക്കൾക്ക് ചെയ്തു കൂട്ടാവുന്ന കുറെ സ്പെഷ്യൽ പാപങ്ങൾ വചനത്തിലുണ്ട്. അത് വേറൊരു വിഷയമാണ്. അതിലൊന്നാ നന്മ ചെയ്യാൻ അറിഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നവൻ അത് അതിൽ തന്നെ പാപമാണ്. പാപം ചെയ്യുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ പോവോ? നീ മിണ്ടൂല്ല. പാപം ചെയ്യുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ പോവോ? പാപം ക്ഷമിച്ച് കിട്ടാത്തവന് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ ദൈവസഭകൾ, ദൈവദാസന്മാര്, ദൈവമക്കൾ എന്ന് പറഞ്ഞ ഈ കൂട്ടര് എന്നും കുന്നി ചെയ്തുകൊണ്ടിരിക്കാവുന്ന ഒരു പാപമാണ് ഇതിനകത്ത് വന്നേച്ച് നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുക. ഏത് കാര്യമായാലും എന്റെ പോയിന്റ് പറഞ്ഞ പോലെ ഏത് കാര്യമായാലും അതിന്റെ നന്മ ഇന്നതാണ്. അതാണ് ഞാൻ ചെയ്യേണ്ടത്. അത് ചെയ്യുന്നില്ലെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവനെ പറയുന്നത്? നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നു എങ്കിൽ അത് പാപമാണ്. ഇന്ന് എന്ന് പറയുന്ന ഈ യാക്കോബിന്റെ ലേഖനത്തിലാണോ മനുഷ്യന്റെ ആവി പോലെ ഇല്ലേ? മനുഷ്യന്റെ ഈ ശ്വാസം, ഈ ജീവൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വെള്ളം തിളച്ചിട്ട് ആവി പറക്കുന്ന പോലെ ഒരു ആവിയാ. ഒരാവി തിളയ്ക്കുന്ന വെള്ളത്തിൽ നിങ്ങൾ പൊങ്ങി അങ്ങ് പോണ പോലെ പോകാനുള്ളത് ഉള്ളൂ എന്നൊക്കെയാ പറയുന്നത്. ആ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. പിന്നെ എന്തിനാ ഈ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നത്? അതുകൊണ്ട് അത് ദൈവം മുമ്പിൽ നന്മയല്ല. നന്മ ചെയ്യാൻ നീ അറിഞ്ഞിട്ടും നീ അത് ചെയ്യാതിരിക്കുന്നുവെങ്കിൽ അത് നിനക്ക് എന്താ? പാപമാണ്. ഈ പാപത്തെ കുറിച്ച് എനിക്കറിയത്തില്ല. യോഹന്നാൻ പറയുന്നു മരണത്തിനായുള്ള പാപമുണ്ട്, മരണത്തിനല്ലാത്ത പാപമുണ്ട്. മരണത്തിനായിട്ടുള്ള പാപം ചെയ്യുന്നവരിതിനെ കുറിച്ച് എന്ത് ചെയ്യുന്ന പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് വലിയ അഭിപ്രായമില്ല. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിച്ചാൽ മതി. ഇപ്പോഴായിരിക്കും ഗൗരവം മനസ്സിലായില്ലേ? ആകപ്പാടെ ചെറുപ്പം മുതൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം ഇകത്തിലും പരത്തിലും ക്ഷമിക്കുക കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ക്രിസ്ത്യൻ സമുദായങ്ങളെല്ലാം പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം ഇകത്തിലും ക്ഷമിക്കില്ല, പരത്തിലും ക്ഷമിക്കില്ല എന്ന്. അതൊരു വലിയ കാര്യം സമുദായം പഠിപ്പിച്ചു വന്നപ്പോൾ വേറൊരു തെറ്റായ കാര്യമാണ് പോയി. അപ്പം പാപക്ഷമ ഇകത്തിലും പരത്തിലും ഉണ്ടെന്ന് ഇല്ലേ? അതായത് വ്യത്യാസം. ഇകത്തിലും പരത്തിലും
പാപക്ഷമയുണ്ട് എന്നാണ്. അല്ലെങ്കിൽ പരത്തിൽ പാപക്ഷമ കിട്ടാനായിട്ട് സാധ്യത സമുദായക്കാർ പറയുന്ന കണക്ക് പൗരോഹിത്യ വൃന്ദവും കുംഭസാര ഉദാശിയും സ്വർഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കണം. അവിടെ പാപക്ഷമ വേണമെങ്കിൽ ഇവിടെ അവനവൻ അനുഭവിച്ച് പാപമേറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ സ്വർഗത്തിൽ ചെന്നേച്ച് അനുഭവിച്ച് പാപമേറ്റ് പറഞ്ഞുകൊണ്ടിരിക്കാൻ അവിടെ വല്ല സാധ്യതയുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയൊരു എപ്പോഴും ഒരു കാര്യത്തിന്റെ എതിര് ആയിട്ടുള്ള ഒരു വാചകം എപ്പോഴും ഇല്ല. അപൂർവമായിട്ടേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിനാൽ സാൽമാൻ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചത് ആ വാദം നോക്കിക്കേ, 2 പാളിയായിട്ടുള്ള വലിയ വീതിയുള്ള കഥകൾ. അത് രണ്ടും കൂടെ ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു? തുറന്നു വെച്ചിരിക്കുന്നു. എന്നാൽ ഇതിന്റെ ഒരുത്തം അടച്ചു നോക്കിക്കേ. ഒന്ന് അടച്ചു നോക്കിയിട്ട് ഞാൻ പറയും ആ വാതിൽ പകുതി അടച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ അതിന്റെ അർത്ഥം പകുതി തുറന്നിരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? ലോജിക്കാണ്. അപ്പോ മുഴുവൻ അടച്ചാൽ മുഴുവൻ തുറന്നിരിക്കാൻ അർത്ഥമുണ്ടോ? ആ വാതിൽ പകുതി അടച്ചാൽ പകുതി തുറന്നു കിടക്കുന്നു, അതാ അതിന്റെ അർത്ഥം. അപ്പൊ പകുതി അടഞ്ഞിരിക്കുന്നു, അപ്പൊ തന്നെ എന്ത് ചെയ്തിരിക്കുന്നു? പകുതി തുറന്നു കിടക്കുന്നു. അപ്പൊ മുഴുവൻ അടച്ചാലോ? പെട്ടെന്ന് പറയും മുഴുവൻ തുറന്നു കിടക്കും. അങ്ങനെയാണോ? മുഴുവൻ അടച്ചാൽ മുഴുവൻ അടഞ്ഞിരിക്കും, അല്ലാതെ പിന്നെ അത് മുഴുവൻ തുറന്നു കിടക്കുവാണോ? അല്ല. അപ്പൊ മുഴുവൻ തുറന്നു കിടന്നാൽ മുഴുവൻ അടഞ്ഞിരിക്കുവാണോ? അല്ല. എന്നാൽ പാതി അടച്ചു വെച്ചാൽ പാതി എന്ത് ചെയ്തിരിക്കും? അപ്പൊ പാതി അടച്ചു കിടക്കാന്ന് പറഞ്ഞാലും അത് ശരിയാ, പാതി തുറന്നു കിടക്കാന്ന് പറഞ്ഞാലും ആ സംഗതി ശരിയാ. എന്നാൽ അത് മുഴുവൻ നമ്മൾ കൂട്ടിച്ചേർത്താൽ അമ്പേ പൊളിഞ്ഞു പോകും എന്ന് പറയുന്ന പോലെ ചില വാക്യങ്ങൾ പറയുമ്പോൾ പാപം ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ കടക്കൂല. അപ്പൊ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു നോക്കാം, പാപം ചെയ്യാതിരുന്നാൽ നമുക്ക് എവിടെ കിടക്കാൻ പറ്റും? സ്വർഗരാജ്യത്തിൽ കിടക്കാൻ പറ്റും. അത് ശരിയാ. അങ്ങനെ ചില കാര്യങ്ങൾക്ക് മാത്രമേ അതിന്റെ എതിരായിട്ടുള്ള ഒരു ആശയം അനുകൂലമാക്കി വരത്തുള്ളൂ. ഈ എല്ലാ കാര്യവും എതിരായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വാതിലിന്റെ കാര്യം പറഞ്ഞവർക്ക് പമ്പരെ വെട്ടിത്തരമാണ്. ഇഹത്തിലും പരത്തിലും ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെതിരെ ഒരുത്തൻ പാപം ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു നാളും ക്ഷമ കിട്ടുകയില്ല എന്ന് പറഞ്ഞു. അത് അവരുടെ ശൈലിയിലാണ്, അന്നത്തെ കേട്ട ആളുകളുടെ ശൈലിയാണ് ഇഹത്തിലും പരത്തിലുമെന്ന്. അപ്പോ അതുകൊണ്ട് പരത്തിൽ പാപക്ഷമയുണ്ട്, ഇഹത്തിൽ എന്ന പോലെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇവിടെ എങ്ങനെ ജീവിച്ച് കടന്നു പോയാലും അവിടെ ചെന്ന് കാര്യം നേടാമെന്ന് പറഞ്ഞു പഠിപ്പിച്ചാൽ അത് ശരിയാകുമോ? ഒരിക്കലും ശരിയാകുന്നില്ല. അതുകൊണ്ട് എന്ത് പറഞ്ഞാൽ അങ്ങോട്ട് പോയത് നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവന് പാപം. അങ്ങനെ കുറെ സ്പെഷ്യൽ പാപങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. അത് നമുക്ക് എപ്പോഴെങ്കിലും മറ്റൊരു ദിവസം ചിന്തിക്കാം. ഇപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഇന്ന് വമ്പ് പറഞ്ഞ് ഇന്ന് എന്നൊരു ദിവസം നമ്മുടെ മുമ്പിൽ കിട്ടിയാൽ ആ ദിവസത്തിൽ നന്മയല്ലാത്ത വിധത്തിൽ, ദൈവത്തിന്റെ നന്മയല്ലാത്ത വിധത്തിൽ നാം ഒന്നും ചെയ്ത് പാപം ചെയ്യരുത് എന്നാണ് അതിന്റെ അർത്ഥം. രണ്ടാമത്തെ വാക്യത്തിൽ 1 നമ്മൾ എഴുതി. ഇനി 2 എഴുതാം. എബ്രായർ 3:8-15. എബ്രായർ 3:8-15. മതി. ഇന്ന് എന്ന് പറയുന്ന ഒരു ദിവസം നിങ്ങൾ ആരെങ്കിലും ദൈവശബ്ദം കേട്ടാൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തും. മരുഭൂമിയിലെ മസാനാളിൽ എന്ന പോലെ ഇസ്രായേൽക്കാർക്ക് സംഭവിച്ചതുപോലെ ഇന്ന് എന്ന് പറയുന്ന ഒരു ദിവസം നിങ്ങൾ എങ്ങനെയെങ്കിലും എവിടെ നിന്നെങ്കിലും ഒരു ദൈവശബ്ദം കേട്ടാൽ ആ ദൈവശബ്ദത്തിന് വിധേയപ്പെട്ട് നിങ്ങൾ ദൈവഭാഗത്തേക്ക് വരികയല്ലാതെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തുക. ഇന്ന് എന്ന് പറയുന്ന പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആ കാര്യം പറയുന്നത്. ഇന്ന് എന്ന് പറയുന്ന ഒരു ദിവസം, ഇന്ന് ദൈവശബ്ദം കേട്ടാൽ ഹൃദയത്തെ കഠിനപ്പെടുത്തരുത്. എബ്രായർ 3:8-15 അത് തന്നെയാണ് പറയുന്നത്. എബ്രായർ 3:16 ഇസ്രായേൽക്കാർ ഇങ്ങനെ ദൈവശബ്ദം കേട്ടിട്ട് ഹൃദയത്തെ കഠിനപ്പെടുത്തിയവരാണ് പറയുന്നു. എബ്രായർ 3:16. അടുത്തത് ഫറവോൻ, പുറപ്പാട് 11:10. ഫറവോൻ എപ്പോഴും എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഫറവോൻ ഒരു പ്രത്യേക സൈസാണ്. ഓരോ ബാധ വരുമ്പോഴും ഓരോ ബാധ വരുമ്പോഴും സൈന്യമല്ലാതെ ഒരു ആരെ വിളിക്കും? മോശയെ വിളിക്കും. മോശയെ ഓടി വാ, അകർത്തനെ ഓടി വാ, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക ദൈവത്തോട്, ഞങ്ങളുടെ ദൈവത്തിന്റെ കയ്യാ ഞങ്ങൾ കാരണം ഇങ്ങനെയൊക്കെ വന്നത്. അപ്പൊ പിന്നെ മോശ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ ബാധ ദൈവം മാറ്റും. എന്നിട്ട് ഇങ്ങനെ പോരുന്ന് കഴിയുമ്പോൾ അപ്പോഴേ തന്നെ എന്റെ മനസ്സെന്ത് ചെയ്യും? കഠിനപ്പെടും. കൂടുതൽ വർത്തമാനം പറയാൻ ഇവിടെ നിൽക്കണ്ട, ഇടയ്ക്ക് കിടന്നു ജീവൻ വേണമെങ്കിൽ ഓടാന്ന് പറയും. പിന്നെയും ഓടിപ്പോകുന്ന വഴിക്ക് മോശ കൈ പൊക്കോ കാല് പൊക്കോ എന്തെങ്കിലും ഒന്ന് പറയുകയോ ചെയ്യും. അപ്പോൾ അടുത്ത് ബാധ വരും. ശരിയല്ലേ? അപ്പോഴത്തേക്കും പിന്നെ ഇവരെ വിളിക്കും. ഇങ്ങനെയായിരുന്നു പണി. തെരുതരെ എന്താ പറയുന്നത്? ഓരോ ഇത് ഉണ്ടായി കഴിയുമ്പോഴും ഈ ചാൻസ് തീരും തോറും അവരുടെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടുവരും. അപ്പോ പുറപ്പാട് 11:10 ഹൃദയകാഠിന്യമുള്ള ചില ആളുകളെ കുറിച്ച ഒരു ജാതി, അത് ഇസ്രായേൽക്കാരൻ, ഒരു വ്യക്തി, ഒരു
അതുപോലെ തന്നെ കർത്താവിന്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരുത്തന് ഹൃദയകാഠിന്യം ഉണ്ടായിക്കൊണ്ടിരുന്നു. അതാരാ? യൂദാ. 3 കൂട്ടരും എന്ത് ചെയ്തെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കി. ഇസ്രായേൽക്കാർ എന്ത് ചെയ്തു? അവരിൽ മിക്കവരും ദൈവം പ്രസാദിച്ചില്ല. അവരെല്ലാം മരുഭൂമിയിൽ പട്ടുപോയി. അത് ആ ജാതി അങ്ങനെ. ഫറവോൻ എന്ത് ചെയ്തു? കഠിനപ്പെടുത്തി ചെങ്കടലിൽ മുങ്ങിച്ചത്. യൂദാ എന്ത് ചെയ്തു? കഠിനപ്പെടുത്തി വെട്ടി തൂങ്ങി അവന് ആയി. ഹൃദയപ്പെടുത്തിക്കൊണ്ട് പോയാലുള്ള ദോഷം ഇങ്ങനെ സംഭവം. അപ്പൊ പറയും കടലിൽ മുങ്ങിച്ചാവുകയാണോ, കയറെടുക്കുവാണോ, മരുഭൂമി പട്ടുപോവാണോ? സംഗതി തീർന്നാൽ പോലെ മുഖാന്തരം ദൈവം ഒപ്പിക്കുന്നത്, അല്ലാതെ അത് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. ഹൃദയം കഠിനപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ വലിയ പാടാണ്. ഒരു നിസ്സാര സംഗതി ഞാൻ ഇതിനു മുമ്പ് എവിടെയോ പറഞ്ഞത് ഞാൻ ഓർക്കുന്നില്ല. ശൗൽ രാജാവ് ഗുഹയിൽ കയറിയപ്പോൾ അറിയാതെ ദാവീദും ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു ശത്രുവിനെ കൈ കിട്ടി ഇന്ന് വകവരുത്തിക്കൊള്ളാമോ. അപ്പൊ ആ വടക്ക് പറഞ്ഞു, എടാ യഹോവയുടെ അഭിഷേകത്തിനെ തൊടാവോ? പക്ഷേ എന്നും പറഞ്ഞ് ഇതൊന്ന് വിളിച്ചു പറയാനായിട്ട് എന്റെ അടുക്കൽ നിന്നെ കൊല്ലാൻ ചാൻസ് കിട്ടി ആ കുന്നിൽ ആ നന്മയൊന്ന് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ഉപായത്തിന്റെ ഏതാണ്ട് ചില മുറിച്ചെടുത്തു അല്ലേ? ഈ തയ്ക്കാൻ കൊടുക്കുമ്പോൾ അതുകൊണ്ട് തുണി ചില തയ്യൽക്കാർ മുറിച്ചെടുത്തിട്ട് ഏതാണ്ട് പിൻ ചെയ്ത് ഒരു കടലാസ് ഏതാണ്ടൊക്കെ അവിടെ ചെയ്ത് വയ്ക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞൊക്കെ ഒരു അടയാളം പെട്ടെന്ന് ആ അഡ്രസ്സ് എടുത്ത് കഴിയുമ്പോൾ ആ തുണി ഏതാണ് പെട്ടെന്ന് തിരിച്ചെടുക്കാൻ അവർക്ക് കഴിയും എന്ന് പറയുന്ന പോലെ കാണിക്കാനാണ്. ഇത് വലിയ പൊങ്ങച്ചായിട്ട് ചെയ്തതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറയുന്നത്? ഈ ദൈവത്തിന്റെ അഭിഷിക്തനായിരിക്കുന്ന ശൗലിന്റെ ഉപായത്തിന്റെ അല്പം മുറിച്ചെടുത്തതിൽ അവന് ഭയങ്കര പാപബോധം ഉണ്ടായി. അവൻ ആ പാപാരോട് ഏറ്റു പറഞ്ഞതാണ്. ദൈവത്തോട് ഏറ്റു പറഞ്ഞതാണ്. യഹോവയുടെ അഭിഷേകത്തിന് ആരും കൈവയ്ക്കരുത്. ഒന്നുകിൽ ദൈവം അത് കൈകാര്യം ചെയ്തോളൂ. നമുക്ക് ആ പാപത്തിൽ പങ്കാളിയാണെന്ന് പറഞ്ഞ് ഒക്കെ തടഞ്ഞതാണ്. പക്ഷെ ഉപ്പായം മുറിച്ചത് അപാകതയാണെന്ന് നേരെ അവന് തോന്നിയില്ല. എനിക്കും അത് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ദാവീദ് പറയുന്നവര്. കാരണം ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട 1ാമത്തെ ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്ന ശൗൽ, അവന്റെ കുപ്പായം മുറിക്കാനോ അവനോട് പിള്ള കഴിക്കാനോ ആർക്കും അനുവാദമില്ല. അവൻ തെറ്റ് ചെയ്താൽ അവനോട് ആരും ചോദിച്ചോളൂ? ദൈവം ചോദിച്ചോളൂ. മറ്റൊരുത്തരും അതിന്റെ മേൽ കൈവയ്ക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഉപായത്തിന്റെ അല്പം തുണി മുറിച്ചിട്ട് ആഴമായ പാപബോധമുണ്ടായ ദാവീദ് ഒരു സുപ്രഭാതത്തിൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ബേത്ശേബയെ വ്യഭിചരിക്കുകയും അവള് ബലാത്കാരം ചെയ്യുകയും അവള് ഗർഭിണിയാകുകയും ആ പാപം മറയ്ക്കാൻ അവളുടെ ഭർത്താവിനെ ചതിച്ചു കൊല്ലുകയും ചെയ്തിട്ട് 2 കൊലപാതകവും വ്യഭിചാരവും ചെയ്തിട്ട് ലവലേശം പോലും അനുതാപമില്ലാതെ അവൻ ഇരുന്നില്ലേ? ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? ഹൃദയകാഠിന്യം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഉപായത്തിന്റെ വിടുപ്പ് കുറിച്ചപ്പോൾ അലറിക്കരഞ്ഞവനാണ്. അതാണ് പാപബോധം. എന്നാൽ ഹൃദയം കഠിനപ്പെട്ട് ഭക്തി കുറഞ്ഞ് പ്രാർത്ഥന കുറഞ്ഞ് ഈറ്റ കൂടി പകലത്തെ ഉറക്കം കൂടി ഇസ്രായേൽക്കാരും സൈന്യവും കമാൻഡറും എല്ലാം ശത്രുവിന്റെ മുമ്പിൽ ജീവൻ വരുന്ന പോരാട്ടത്തിലായിരിക്കുമ്പോൾ പുള്ളി തീറ്റ കുടിച്ച് കഴിഞ്ഞാൽ എവിടെയാ? കിടന്ന് ഉറങ്ങുമോ? അല്ലേ? അങ്ങനെ വൈകുന്നേര സമയത്ത് ഉറങ്ങിയേറ്റതാണല്ലോ. കണ്ണും തിരുമ്പി നടന്നപ്പോഴല്ല ഇതെല്ലാം കണ്ടത്. അതെ, നോക്കിക്കേ ആ ആധ്യാത്മിക ജീവിതം. ഹൃദയം കഠിനപ്പെട്ടു പോയി. പിന്നെ ആ ഹൃദയ